സൂപ്പർ പടം, നല്ല ക്ലൈമാക്സ് ശരിക്കും കണ്ണു നനപ്പിക്കും. അതൊരു ബാക്കി പിന്നെ അഭിപ്രായം പറയുന്നത് നിങ്ങളാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഒരു ചെറിയ മൂവിയാണ്. അപ്പോൾ അതിന് ആക്ച്വലി ഹീറോയ സിനിചേട്ടനാണെങ്കിലും പ്രീതിയാണെങ്കിലും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക. ഇവരുടെ കഥാപാത്രത്തെ കുറിച്ചൊന്ന് പറഞ്ഞേ. എൻ്റെ കഥാപാത്രം ആക്ച്വലി എന്നോട് ഡയറക്ടർ പറഞ്ഞു തന്നെ ഒരിക്കലി പോയ ക്യാരക്ടറാണെന്ന്. അതിനെ കൂടെ പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം. നമുക്ക് ചെയ്യാനുള്ള ജോലി നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്ന് നമ്മൾ ചെയ്തില്ലേ. ഇനി അഭിപ്രായം പറയേണ്ടത് തീർച്ചയായിട്ടും പ്രേക്ഷകരാണ്. അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിനകത്ത് പീഡി എന്താണെന്ന് മനസ്സിലായോ? പഞ്ചർ ദിനേശൻ എന്നുള്ളത് മാത്രമല്ല, ജീവന്റെ എന്തായിരിക്കും? സൈക്കോളജിക്കൽ ഡിസോർഡറാണ്, അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ഡെലീമയാണ്. അതാണ് പീഡി. ഞങ്ങൾ തിയേറ്ററിൽ കണ്ട അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. പടത്തിന് പ്രധാന വേഷം ചെയ്തിട്ടുണ്ട് തിയേറ്റർ ആർട്ടിസ്റ്റാണ് ഷിബു ഇച്ചമ്പടം എന്ന പേര്. നാടകപ്രവർത്തനാണ്. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. എന്നാണ് പേര്. പുതിയ ആളാണ്. മൂവി നല്ലൊരു മൂവി തന്നെയാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട മൂവിയാണ്. എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ജീവൻ. ഹാപ്പിയാണ്. ഓക്കെ, നല്ലൊരു മോറൽ വാല്യൂ ഉള്ള ഫിലിമാണ്. പിന്നെ എല്ലാ പുതുമുഖങ്ങളാണെങ്കിലും നന്നായിട്ട് തന്നെ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും പുതുമുഖങ്ങളാണ്. അതെ, നമ്മുടെ ജീവൻ കണ്ടു. ഒരു ഫാമിലി ഇമോഷണൽ സബ്ജക്റ്റാണ്, ഒരു ഫീൽ ഗുഡ്. അപ്പോൾ ഇത് ഒരു മദ്യപാനത്തെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. മദ്യം കുടിക്കുന്നതല്ല, പക്ഷെ അതിനെ ജീവിതമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത്ര രസകരമല്ലെന്ന് തോന്നുന്നുണ്ട്. നമ്മളും ഒരുപാട് കാര്യത്തിൽ അഡിക്റ്റാണ്, പക്ഷെ അഡിക്റ്റാകുന്ന കാര്യങ്ങൾ ലൈഫിൽ ലോങ് കൊണ്ടുവന്ന നല്ലതല്ലെന്ന മെസ്സേജുള്ള സ്റ്റോറിയാണ്. സിനു നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പ്രീതി ചേച്ചി, പിന്നെ ഇപ്പോൾ പോയ നടി, അപ്പോൾ എല്ലാം ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. പുതുമുഖ നടിമാരെ അഭിനയിച്ചിരിക്കുന്ന ഒരു ഫീൽ ഗുഡ് ലവ് സ്റ്റോറിയും പിന്നെ ജീവിതബന്ധമായിട്ടുള്ള ഫാമിലി സബ്ജക്റ്റാണ്. ഇത് കൽകുടിയന്മാർക്കുള്ളൊരു മെസ്സേജുള്ള സ്റ്റോറിയാണ്. ഓക്കെ, നല്ല മൂവി. എല്ലാ ഫാമിലീസ് കണ്ടിരിക്കേണ്ട മൂവിയാണ്. ഇന്ന കാറ്റഗറി എന്നില്ല, ഫാമിലിയിൽ എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റിയ മൂവി. കുടുംബമായിട്ട് പോയിരുന്നു കാണാൻ പറ്റിയത്. ഫാന്റാസ്റ്റിക് മൂവി. എല്ലാവരും കാണാൻ പറ്റിയ ഒരു ഫിലിമാണ്. എൻ്റെ കസിൻ തന്നെയാണ് എൻ്റെ ഒരു ഡയറക്ടർ. അത് വി ആർ വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. താങ്ക് യു. എല്ലാവരും ജീവൻ വന്ന് തിയേറ്ററിൽ കാണണം. ഇതിപ്പോൾ വന്ന് കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നുന്നു. എന്താ സിനിച്ചേട്ടൻ്റെ ഫസ്റ്റ് പടമാണ്. അപ്പോൾ അത് കണ്ടത് അറിയത്തേയില്ല. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഒരു നല്ലൊരു മൂവി കണ്ടിറങ്ങി. മദ്യത്തിനെതിരെ നമ്മൾ ചില കുടുംബങ്ങൾ കണ്ടിട്ടുണ്ട്. മദ്യപാനം കൊണ്ട് തകർന്നു പോയ ഒരുപാട് കുടുംബങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സിനിമ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി. കാരണം എന്ന് വെച്ചാൽ ചിലവരുടെ നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ ജീവിതം വരച്ച് കാണിച്ചൊരു മൂവിയാണ്. ഇതിൽ നായകനായിട്ട് എത്തിയ ഒരു ക്യാമറമാനാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന വേഷം ഒരു അവാർഡ് ഫിലിമിലെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിന് വേണ്ടി ഒരു ചെറിയ സീൻസിലൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മദ്യപിച്ച് കിടക്കുമ്പോൾ ഒരു പട്ടി വന്ന് മൂത്രമൊഴിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ എന്താ പറയുക, ആ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചു. പിന്നെ അതുപോലെ നായികയായിട്ട് എത്തിയ അപ്പ എന്ന തമിഴ് സിനിമയിലെ നായികയാണ് ഈ പടത്തിലും നായികയായിട്ട് വന്ന്. ഡയറക്ടർ വിനോദേട്ടൻ, ഗോവിന്ദൻകുട്ടി തിരക്കിലാണ് പോലത്തെ സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച വിനോദേട്ടൻ്റെ നല്ലൊരു മൂവിയാണ്. പിന്നെ അതുപോലെ അഭിനയിച്ച എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തു. എന്നാലും ഇനിയും നല്ല നല്ല സിനിമകൾ സമ്മാനിക്കട്ടെ. നല്ലൊരു സിനിമ കാണാൻ സാധിച്ചു. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. ഗംഭീരം. എന്തായാലും ജീവൻ ഒരു ജീവൻ സിനിമയായി മാറി. എല്ലാവർക്കും